ആക്സിസ് ബാങ്ക് പുതുതായി 2 ട്രാവൽ ക്രെഡിറ്റ് കാർഡുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോയുമായി ടൈപ്പായി ഒരു നോർമൽ സെഗ്മെന്റിലുള്ളതും ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ളതുമായ 2 ക്രെഡിറ്റ് കാർഡ്സുകളാണ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിത് എങ്ങനെയാണ് യൂസ്ഫുൾ ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കാം. ആൻഡ് വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. ഇതൊരു ഫിനാൻസ് പ്ലസ് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. നിങ്ങൾ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിലുള്ള ബാലി, ഒമാൻ, തായ്ലൻഡ്, മലേഷ്യ, ശ്രീലങ്ക, മാൽഡീവ്സ്, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുള്ള വ്ളോഗ്സ് കാണാം. ഈ വ്ളോഗ്സിലെല്ലാം കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് ആയിട്ടുള്ള മൈൽസ് ആൻഡ് പോയിന്റ്സ് ഇതെങ്ങനെ എഫക്റ്റീവായി നമുക്കൊരു ട്രാവലിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് ഫ്രീ ഫ്ലൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഫ്രീ 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റേയും ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ആവാം തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി സംസാരിക്കുന്ന ഒരു ചാനലാണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള 2 പുതിയ ക്രെഡിറ്റ് കാർഡുകളാണ്. ഇൻഡിഗോമായി ടൈപ്പായിട്ട് വന്നിരിക്കുന്ന 2 ക്രെഡിറ്റ് കാർഡുകൾ. നമുക്ക് ഈ 2 ക്രെഡിറ്റ് കാർഡുകളുടെയും ജോയിനിങ് ആൻഡ് ആനുവൽ ഫീ പരിശോധിക്കാം. അതായത് ഇൻഡിഗോ ആക്സിസ് ബാങ്കിന്റെ നോർമൽ ക്രെഡിറ്റ് കാർഡിന് 799 പ്ലസ് GST ആണ് ജോയിനിങ് ആൻഡ് ആനുവൽ ഫീ ആയിട്ട് വരുന്നത്. അതിന്റെ ഫോറക്സ് ചാർജ് വരുന്നത് 3.5% ആണ്. ആഡ് ഓൺ കാർഡിന് പ്രത്യേകിച്ച് ചാർജുകളൊന്നുമില്ല. പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന കാർഡിന് 5000 രൂപ പ്ലസ് GST ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഫോറക്സ് ചാർജ് 2.5% ആണ്. നമുക്കിനി ഓരോ കാർഡുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ഇൻഡിഗോ ക്രെഡിറ്റ് കാർഡിന്റെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട്, അതായത് 799 പ്ലസ് GST നമ്മൾ പേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1200 ഇൻഡിഗോ ബ്ലൂ ചിപ്സ് ആണ്. അത് തന്നെ റിന്യൂവൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് 1200 ഇൻഡിഗോ ബ്ലൂ ചിപ്സ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 799 പേ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്നത് 1200 ഇൻഡിഗോ ബ്ലൂ ചിപ്സ് ആണ്. അതുകൂടാതെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് 1200 ഇൻഡിഗോ ബ്ലൂ ചിപ്സ് കിട്ടുന്നുണ്ട്. എങ്ങനെ 1.5 ലാക്ക് മൈൽ സ്റ്റോൺ മീറ്റ് ചെയ്യുമ്പോൾ. അതുകൂടാതെ 3 ലക്ഷം മീറ്റ് ചെയ്താലും നമുക്ക് വീണ്ടും ഒരു 1200. അപ്പോൾ ഒരു കാലണ്ടർ ഇയറിൽ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 1200 ബ്ലൂ ചിപ്സ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 1.5 ലാക്ക് മൈൽ സ്റ്റോൺ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1200 കിട്ടുന്നുണ്ട്. അത് 3 ലാക്ക് ആകുമ്പോഴും നമുക്ക് 1200 കിട്ടുന്നുണ്ട്. അങ്ങനെ 3600 ബ്ലൂ ചിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷം കിട്ടും, ഈ 3 ലക്ഷം മൈൽ സ്റ്റോൺ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുകൂടാതെ ഇതിന്റെ ബാക്കിയുള്ള ഇൻഡിഗോ ചാനൽ റിവാർഡ്സ്, നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് ഇൻഡിഗോയിലാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ 100 രൂപയ്ക്ക് 3 ഇൻഡിഗോ ബ്ലൂ ചിപ്സ് ആണ് കിട്ടുന്നത്. ഗ്രോസറി ആൻഡ് ഡൈനിങ്ങിന് കിട്ടുന്നത് ഓരോ 100 രൂപയ്ക്ക് 2 ഇൻഡിഗോ ബ്ലൂ ചിപ്സ് ആണ്. അതായത് ബേസ് റിവാർഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്വൈപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ 100 രൂപയ്ക്കും ഒരു ഇൻഡിഗോ ബ്ലൂ ചിപ്സ് ആണ് കിട്ടുന്നത്. ഇനി ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് എന്ന് പറയുന്നത്, അതായത് 3 മാസത്തിൽ 50,000 രൂപയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് അൺലോക്ക് ആയി കിട്ടുകയുള്ളൂ. അത് ഒരു ക്വാർട്ടറിൽ ഒരു വിസിറ്റ് ആണ് ഈ കാർഡ് നമുക്ക് നൽകുന്നത്. പിന്നെ എക്സ്ക്ലൂഡഡ് കാറ്റഗറീസ്, എല്ലാ കാർഡുകൾക്കും ഒരു എക്സ്ക്ലൂഡഡ് കാറ്റഗറീസ് ഉണ്ട്. അതിനകത്ത് വരുന്നത് ഗവൺമെന്റ് സർവീസസ്, ഇൻഷുറൻസ്, യൂട്ടിലിറ്റീസിന്റെ ടെലികോം അടക്കം പെടും. അപ്പോൾ നമ്മുടെ ബിൽ പേയ്മെന്റ്സ്, റീചാർജസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അതിൽ കൗണ്ട് ആവുന്നില്ല. പിന്നെ റെന്റ്, വാലറ്റ് ലോഡ്സ്, ഫ്യൂവൽ, ജ്വല്ലറി പർച്ചേസസ്, ഇതെല്ലാം ഇതിനകത്ത് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡിഗോ നോർമൽ ക്രെഡിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് പ്രീമിയം ക്രെഡിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇനി പ്രീമിയം കാർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജോയിനിങ് ഫീ ആയിട്ടുള്ള 5000 രൂപ നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5000 ബ്ലൂ ചിപ്സ് ആണ്. അതുകൂടാതെ ഒരു 6E ഈറ്റ്സ് വൗച്ചർ ഉണ്ട്. ഇൻഡിഗോ ഫ്ലൈറ്റ്സിനെ കുറിച്ച് അറിയാലോ, അതൊരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആണ്. ഈ ബഡ്ജറ്റ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ചാർജ് വരും. ആ ചാർജിനുള്ള ഒരു വൗച്ചർ ആണ് അഡീഷണൽ കിട്ടുന്നത്. റിന്യൂവൽ ബെനിഫിറ്റ് ആയിട്ടും കിട്ടുന്നത് 5000 ഇൻഡിഗോ ബ്ലൂ ചിപ്സ്, പിന്നെ ഈ പറയുന്ന ഈ വൗച്ചർ ആണ്. ഇനി ഇതിന്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് നമുക്ക് ശ്രദ്ധിക്കാം. അതായത് 2 ലക്ഷം മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5000 ഇൻഡിഗോ ബ്ലൂ ചിപ്സ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 5 ലക്ഷം മീറ്റ് ചെയ്താലും വീണ്ടും നമുക്ക് കിട്ടും. അത് 8, 12 ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തിൽ നമ്മൾ 12 ലക്ഷം രൂപ ഈ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൽ സ്റ്റോണിന്റെ ഇനത്തിൽ മാത്രമായി നമുക്ക് 20,000 ബ്ലൂ ചിപ്സ് കിട്ടും. അതുകൂടാതെ ജോയിനിങ് ബെനിഫിറ്റ് ആയിട്ടുള്ള 25,000 ബ്ലൂ ചിപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഈ ക്രെഡിറ്റ് കാർഡ് ഇൻഡിഗോയിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ 100 രൂപയ്ക്കും 7 ഇൻഡിഗോ ബ്ലൂ ചിപ്സും, ഗ്രോസറി ആൻഡ് ഹോട്ടൽ റിവാർഡ്സ് ആയിട്ട് നമുക്ക് ഓരോ 100 രൂപയ്ക്കും 3 ഇൻഡിഗോ ബ്ലൂ ചിപ്സും, ബേസ് റിവാർഡ്സ് ആയിട്ട് ഓരോ 100 രൂപയ്ക്കും 2 ഇൻഡിഗോ ബ്ലൂ ചിപ്സ് ആണ് കിട്ടുന്നത്. പിന്നെ ഫോറക്സ് മാർക്കപ്പ് എന്ന് പറയുന്നത് 2.5% ആണ്. ഇവിടുത്തെ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് എന്ന് പറയുന്നത് ഒരു ക്വാർട്ടറിൽ 50,000 രൂപ സ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് അൺലോക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ. ഒരു ക്വാർട്ടറിൽ നമുക്ക് 2 വിസിറ്റേ കിട്ടുന്നുള്ളൂ. ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്, അത് ഒരു വർഷത്തിൽ 2 ആണ്. പിന്നെ ഈസി ഡൈനർ എന്ന് പറയുന്ന ആപ്പ് ത്രൂ നമുക്ക് ഡൈനിങ് ബെനിഫിറ്റ് ആയിട്ടുള്ള 15% തുടങ്ങിയ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇതിലും എക്സ്ക്ലൂഡഡ് കാറ്റഗറീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഗവൺമെന്റ് സർവീസസ്, ഇൻഷുറൻസ്, യൂട്ടിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ ഒരു കാർഡ് പ്രീമിയം സെഗ്മെന്റിലുള്ള ഒരു കാർഡ് ഉപയോഗിച്ച് ഒരാൾ ഒരു വർഷത്തിൽ 12 ലക്ഷം രൂപ, 12 ലക്ഷത്തിന്റെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. ആൻഡ് ഇറ്റ്സ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ഇനി ഒരാൾ ഉപയോഗിക്കുകയാണ് എന്ന് വെക്കുക, 12 ലക്ഷം ഒരു വർഷത്തിൽ ഉപയോഗിച്ചു,
അപ്പോൾ അയാൾക്ക് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് മാത്രം അയാൾക്ക് 20,000 പോയിന്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ജോയിനിങ് ഫീ ആയിട്ട് കിട്ടിയിരുന്ന 5,000. അപ്പോൾ 25,000 ഇൻഡിഗോ ബ്ലൂ ചിപ്സ് അയാളുടെ കയ്യിലുണ്ട്. ഈ 25,000 ഇൻഡിഗോ ബ്ലൂ ചിപ്സ് കൊണ്ട് അയാൾക്ക് എന്തൊക്കെ കിട്ടും? അതാണല്ലോ നമ്മുടെ ചോദ്യം. കാരണം ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം ഇൻഡിഗോ ആയിട്ട് ടൈ അപ്പ് ആണ്. അപ്പോൾ ഇൻഡിഗോയിൽ നമുക്ക് 25,000 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ 25,000 പോയിന്റ്സ് ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വർഷത്തിൽ 12 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടാണ്. ആ കാര്യം ഓർമ്മയിൽ വേണം. ഇനി നമുക്ക് ഇൻഡിഗോയുടെ വെബ്സൈറ്റിൽ പോകാം. ഈ 25,000 പോയിന്റ്സിന് അയാൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ഇൻഡിഗോയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു വൺ വേ, അതായത് കൊച്ചി ടു ഡൽഹി 19 ഫെബ്രുവരി, അതായത് നാളത്തേക്കുള്ള ഇൻഡിഗോയുടെ ക്യാഷിന് പകരം നമ്മളിപ്പോൾ ഇൻഡിഗോ ബ്ലൂ ചിപ്സ്, കാരണം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം ഇൻഡിഗോ ബ്ലൂ ചിപ്സ് ആണല്ലോ. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഓക്കെ, റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് നോക്കുക, കാരണം നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റിനായിരിക്കും ഏറ്റവും കുറവ് ബ്ലൂ ചിപ്സ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ആകെ അവൈലബിൾ ആയിട്ടുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമാണ് 20:45 പുറപ്പെടുന്ന ഒരു ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിൽ 21,159 ബ്ലൂ ചിപ്സ് നമുക്ക് വേണം. ഓക്കെ, ഈ ഫ്ലൈറ്റിൽ നമുക്ക് 21,159 ബ്ലൂ ചിപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ ഇതിൽ കോംപ്ലിമെന്ററി മീൽസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ 21,893 ഈ ഒരു പാക്കേജ് എടുക്കണം. അതായത് നമ്മളിപ്പോൾ റൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 22,000 ബ്ലൂ ചിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചി ടു ഡൽഹി ഒരു വൺ വേ ഫ്ലൈറ്റ് പോകാം. നമ്മളിപ്പോൾ റൗണ്ട് ചെയ്ത് 22,000 പോയിന്റ്സ് ആണെന്ന് കണക്കാക്കുക. അപ്പോൾ 22,000 പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചി ടു ഡൽഹി ഒരു ഫ്ലൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ 12 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമാണ്, കാരണം ഇന്നിപ്പോൾ 18-ാം തീയതിയാണ്, 19-ാം തീയതി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലൂ ചിപ്സ് കൂടുതലല്ലേ കാണിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വെൻസ്ഡേ 10 ജൂലൈ, അതായത് 10 ജൂലൈ വെൻസ്ഡേയിലേക്കുള്ള ട്രാവൽ ഡേറ്റ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഇവിടെ ഇതേ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു ഫ്ലൈറ്റിന് 19,692 ബ്ലൂ ചിപ്സ് ആണ് വരുന്നത്. അതായത് അതിനകത്ത് കോംപ്ലിമെന്ററി മീലും സ്റ്റാൻഡേർഡ് സീറ്റും ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 20,548 പോയിന്റ് വേണം. അതായത് ഏറ്റവും മിനിമം 20,548 പോയിന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇൻഡിഗോ ഒരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആണ്. ഈ ബഡ്ജറ്റ് ഫ്ലൈറ്റിൽ കോംപ്ലിമെന്ററി മീലടക്കമുള്ള ഒരു ട്രാവൽ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. കണ്ടില്ലേ, ഈ കാർഡ് ഈ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന 5,000 രൂപ ജോയിനിങ് ഫീ ഉള്ള ഈ കാർഡ് ഉപയോഗിച്ച് 12 ലക്ഷം രൂപ ഒരാൾ ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് നമ്മൾ ഈ കണ്ടത്. പണ്ട് ആക്സിസിന് വിസ്താര കോബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരുന്നു. അത് 2 സെഗ്മെന്റ് ആയിട്ടാണ് വന്നിരുന്നത്. ഒന്ന് 1,500 പ്ലസ് GST, 1,500 പ്ലസ് GST പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വിസ്താരയുടെ ഒരു വൗച്ചർ കിട്ടുമായിരുന്നു. ആ 1,500 പ്ലസ് GST മാത്രം മതി, അപ്പൊ തന്നെ ഒരു വൗച്ചർ അൺലോക്ക് ചെയ്ത് കിട്ടും. ഈ വൗച്ചർ ഉപയോഗിച്ച് അയാൾക്ക് കൊച്ചി ടു ഡൽഹി ഇതേ സെയിം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാമായിരുന്നു. ഇനി ഇത് തന്നെ പ്രീമിയം എക്കോണമി വേണമെന്നുണ്ടെങ്കിൽ, അതായത് വിസ്താരയുടെ പ്രീമിയം എക്കോണമിക്ക് 3,000 രൂപ പ്ലസ് GSTയുടെ കുറച്ച് ഹയർ വേരിയന്റ് ഉള്ള ആ കാർഡ് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഈ ഇൻഡിഗോയുടെ ഈ സെഗ്മെന്റിൽ വരുന്ന വിസ്താര എന്ന് പറയുന്ന ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്നതാണ് എയർ ഇന്ത്യ, അതായത് ഫുഡും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. ഇത് ഇൻഡിഗോ പോലുള്ള ഒരു ബഡ്ജറ്റ് ഫ്ലൈറ്റിൽ ഈ 5,000 രൂപ ജോയിനിങ് ഫീയും കൊടുത്ത് 12 ലക്ഷം രൂപ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. അപ്പോൾ കൺക്ലൂഷൻ ഇതാണ്, ഈ കാർഡ് ഒരു ഗുണമില്ലാത്ത ഒരു ഗുഡ് ഫോർ നത്തിങ് കാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാധാരണ ആക്സിസ് ബാങ്ക് ലോഞ്ച് ചെയ്യുന്ന കാർഡുകൾക്ക് തുടക്കത്തിൽ നല്ല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ട്രാവൽ കാർഡ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ, ട്രാവലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാവ് ഫാക്ടർ വേണം. ഈ കാർഡിൽ ആ വാവ് എന്ന് പറയുന്ന ഫാക്ടർ തീരെയില്ല. ഇത് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള കുറേ ബെനിഫിറ്റ്സ് കൊണ്ടാണ്. എങ്ങനെ നോക്കിയിട്ടും ഈ കാർഡ് ഒരു നല്ല കാർഡ് എന്ന് പറയാനേ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആക്സിസ് ബാങ്ക് ഇൻഡിഗോ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇനി ഇതുപോലുള്ള ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാശ് നമുക്ക് സേവ് ചെയ്യാവുന്ന ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായി നമുക്ക് വീണ്ടും കാണാം.